ഇന്ന് പരിഹാസ്യത്തിന്റെ കൊടുമുടിയിൽ നിൽക്കവേ ഒരു കാലത്തു മലയാളി ജനത നെഞ്ചോടു ചേർത്തുവെച്ച ഒരുപിടി അന്യഭാഷ സിനിമകൾ മലയാളത്തിനു സമ്മാനിച്ച മലയാളികളുടെ പ്രിയ നടനാണ് അല്ലു അർജുൻ. ആരാധകർ ബണ്ണി എന്നും മല്ലു അർജുൻ എന്നും സ്നേഹത്തോടെ ചേർത്തു നിർത്തുന്ന അല്ലു അർജുനെ ഇന്നത്തെ പുതുതലമുറയ്ക്ക് അത്ര പരിചിതമല്ലെങ്കിലും 90s കിഡ്സിന് അദ്ദേഹം ഒരു വികാരമായിരുന്നു. അല്ലു അർജുൻ മലയാളികളുടെ മനസ്സിൽ കുടിയേറിയിട്ട് 2 പതിറ്റാണ്ടു ആയിരിക്കുന്നു. അന്യഭാഷ സിനിമകൾ മലയാളത്തിൽ ഒട്ടും വിജയിക്കാതിരുന്ന സമയത്തു സ്റ്റൈൽ താരമായി വന്നു മലയാളികളുടെ മനസ്സ് കീഴടക്കിയവനാണ് അല്ലു അർജുൻ. വ്യത്യസ്തമായ നൃത്തച്ചുവടുകൾ മനപാഠമാക്കാൻ ഒരു തലമുറ കാത്തിരുന്ന സമയമുണ്ടായിരുന്നു അല്ലു അർജുന്. അങ്ങനെ അല്ലു അർജുൻ മലയാളികൾക്ക് മല്ലു അർജുനായി മാറി. ഇന്ന് റീമേക്ക് സോങ്ങുകൾ പലപ്പോഴും ട്രോളുകൾക്ക് പാത്രമാകുമ്പോൾ ഇപ്പോഴും പ്ലേലിസ്റ്റുകളിലും റീൽസുകളിലും സജീവമാണ് അല്ലുവിന്റെ മലയാളം പാട്ടുകൾ. അത്ര കണ്ടു മലയാളികളെ സ്വാധീനിച്ചവനാണ് അല്ലു അർജുൻ എന്ന നടൻ. ഇന്നും അല്ലു അർജുനെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് OTT വരുന്നത് ആര്യ, ബണ്ണി, ഹാപ്പി, ബദ്രിനാഥ് പോലുള്ള ഒരുപിടി നല്ല സിനിമകളാണ്. റിപ്പീറ്റ് വാല്യൂ നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുന്ന സിനിമകളാണ് ഇവയെല്ലാം. കുട്ടിക്കാലം മുതൽക്കേ നൃത്തം അല്ലുവിന് ജീവനായിരുന്നു. അന്ന് അമ്മാവനായ ചിരഞ്ജീവിയും മൈക്കിള് ജാക്സണും ഒക്കെയായിരുന്നു അല്ലുവിന്റെ ആരാധനാപാത്രങ്ങള്. തെലുങ്ക് വംശജനാണെങ്കിലും തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് അല്ലുവിന്റെ ജനനം. തെലുങ്ക് സിനിമയിലെ അതികായകനായ ഹാസ്യനടന് അല്ലു രാമലിംഗത്തിന്റെ ചെറുമകനും നിർമ്മാതാവായ അല്ലു അരവിന്ദിന്റെ മകനുമായിരുന്നു അല്ലു അർജുൻ. സിനിമാ കുടുംബത്തില് ജനിച്ചിട്ടും അഭിനയം അല്ലുവിന്റെ പാഷനായിരുന്നില്ല. ഉപരിപഠനത്തിനായി കാനഡയിലേക്ക് പറക്കാൻ ഒരുങ്ങിയ അല്ലു ഒടുവില് ക്യാമറയ്ക്ക് മുന്നില് തന്നെ എത്തി. 3-ാം വയസ്സിലാണ് അല്ലു ചിരഞ്ജീവി ചിത്രത്തിലൂടെ സിനിമയിലെത്തുന്നത്. ഒരു ആനിമേറ്റർ ആകുകയായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. പക്ഷേ കാലം അദ്ദേഹത്തിന് കാത്തുവെച്ചത് സിനിമയുടെ അതിരുകളില്ലാത്ത ലോകമായിരുന്നു. പിന്നീട് ഏറെക്കാലം സിനിമയിൽ ഇല്ലാതിരുന്ന അദ്ദേഹം ഗംഗോത്രി എന്ന സിനിമയിൽ നായകനായാണ് തന്റെ തിരിച്ചുവരവ് നടത്തുന്നത്. ആദ്യ സിനിമയുടെ പരാജയം അല്ലുവിനെ തളർത്തുകയല്ല, മറിച്ചു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന പദവിയിലേക്കുള്ള വളർച്ചയുടെ ചുവടുവെപ്പായിരുന്നു. രവിതേജ, പ്രഭാസ് എന്നിവരെ നിരസിച്ച ആര്യ എന്ന ചിത്രം അല്ലു സധൈര്യം ഏറ്റെടുത്തു. നടന് എന്ന നിലയിൽ അല്ലുവിന്റെ കരിയറിലെ മികച്ച തീരുമാനമായിരുന്നു അത്. ഒരു മലയാളി താരത്തിന് ലഭിക്കുന്നതിലും ആരാധനയും സ്നേഹവും സൂര്യക്കെന്ന പോലെ അല്ലുവിനും ഇവിടെ ലഭിക്കുന്നു. അതിനു തെളിവുകളാണ് സിനിമ പ്രൊമോഷന്റെ ഭാഗമായി കേരളത്തിലെത്തുന്ന അല്ലുവിനെ കാണാൻ തടിച്ചുകൂടുന്ന ജനപ്രവാഹം. 2006 റിലീസ് ചെയ്ത അല്ലുവിന്റെ ഹാപ്പി എന്ന ചിത്രം തെലുങ്കില് ശരാശരി വിജയം മാത്രമായിരുന്നു. എന്നാൽ അത് മൊഴിമാറ്റി കേരളത്തിലെത്തിയപ്പോൾ 100 ദിവസത്തിലധികം നിറഞ്ഞ സദസ്സില് പ്രദർശിപ്പിച്ചു. അത് അല്ലുവിനെ പോലും അത്ഭുതപ്പെടുത്തി. അതോടെ അല്ലുവും മലയാളികളെ നെഞ്ചോടു ചേർത്തു. മലയാളികളുടെ വിഷമഘട്ടങ്ങളിലെല്ലാം താങ്ങായി അല്ലു കൂടെ ഉണ്ടായിരുന്നു. ഇത്ര കണ്ട് ഉയരങ്ങളിൽ നിന്ന് അല്ലുവിന് എവിടെയാണ് പിഴച്ചത്? നാഷണൽ അവാർഡ് വരെ സ്വന്തമാക്കിയ പുഷ്പയുടെ 2ാം ഭാഗം അല്ലുവിന്റെ ആരാധകർക്കു നിരാശയാണ് സമ്മാനിച്ചത്. 4 വർഷത്തോളം മറ്റു സിനിമകൾ ഒന്നും ഏറ്റെടുക്കാതെ ഈ സിനിമയ്ക്കു വേണ്ടി മാത്രം മാറ്റിവെച്ച നടനാണ് ഇദ്ദേഹം. ട്രോളുകളും നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് താരം ഇപ്പോൾ സൈബർ അറ്റാക്കിലൂടെ കടന്നുപോകുകയാണ്. എങ്കിലും അല്ലുവിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആരാധകർ പുഷ്പയുടെ 3ാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ്. തോൽവികളിൽ തളരാത്ത അല്ലു അർജുന്റെ തിരിച്ചുവരവിനായി.